Hello students, now we are going to prove the theorem that we have stated earlier. If A is a subset of X and F from A to R is continuous, then any two continuous extensions of F to the full space X agree on A closure. F in രണ്ട് continuous extensions X ലേക്ക് പരിഗണിക്കുകയാണെങ്കിൽ അവരുടെ values A closureൽ same ആണെന്ന്. അപ്പോൾ എല്ലാ F from A to R ന്റെ എല്ലാ എക്സ്റ്റൻഷൻസും A ക്ലോഷറിൽ സെയിം ആണ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലെ A ക്ലോഷറിലെ വാല്യൂസ് എയിലെ വാല്യൂ എഫിന്റെ A ക്ലോഷറിലെ എക്സ്റ്റൻഷന്റെ വാല്യൂസ് എഫിന്റെ എയിലെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് ഇതിനർത്ഥം. അതുകൊണ്ട് വേറെ തരത്തിലും ഈ തീരം സ്റ്റേറ്റ് ചെയ്യാം. ഇവിടെ വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇഫ് അറ്റ് ഓൾ ആൻ എക്സ്റ്റൻഷൻ ഓഫ് എഫ് എക്സിസ് ഇറ്റ്സ് വാല്യൂസ് ഓൺ A ക്ലോഷർ are uniquely determined by values of f on A. എഫിന്റെ ഏതെങ്കിലുമൊക്കെ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ A ക്ലോഷറിലെ വാല്യൂസ് എയിലെ വാല്യൂസ് കൊണ്ടാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. അങ്ങനെയൊക്കെ പലതരത്തിൽ സ്റ്റേറ്റ് ചെയ്യാം. നമുക്ക് തീരത്തിന്റെ പ്രൂഫിലേക്ക് പോകാം. പ്രൂഫിലേക്ക് വരുമ്പോൾ ഒരുപാട് എക്സ്റ്റൻഷൻസ് ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. രണ്ട് എക്സ്റ്റൻഷൻസിന്റെ കാര്യം ആലോചിച്ചാൽ മതിയാവും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ കൂടുതൽ എക്സ്റ്റൻഷൻസിന്റെ കാര്യം പറയുന്ന പോലെയൊക്കെ തോന്നിയാലും രണ്ടെണ്ണത്തിന്റെ കാര്യം പറഞ്ഞാൽ എല്ലാം ഒരുപോലെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ സ്മോൾ എഫിന്റെ രണ്ട് എക്സ്റ്റൻഷൻസ് എക്സിലേക്ക് ടു എക്സ്റ്റൻഷൻസ് ഓഫ് ആരുടെയാ സ്മോൾ എഫ് ഓഫ് സ്മോൾ എഫ് ഫ്രം A to R രണ്ടെണ്ണം പരിഗണിക്കുവാണ്. ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമ്മളതിനെ എങ്ങനെയാണ് പേര് വിളിക്കുന്നത്? എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് ഇച്ചിരി വലുതായതുകൊണ്ട് ക്യാപിറ്റൽ എഫ് എന്ന് വിളിക്കുകയാണ് ഒരെണ്ണത്തിന്. എഫ് ഫ്രം എക്സ് ടു എയിൽ നിന്നുള്ളതിനെ എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, ഇപ്പോഴും അങ്ങനെയാണ്. എക്സ് ടു ആർ ആൻഡ് വേറെ ഒരെണ്ണം വേണം, വലുതായതുകൊണ്ട് ക്യാപിറ്റൽ ജി എന്ന് വിളിക്കാം. ഫ്രം എക്സ് ടു ആർ. ദീസ് ബോത്ത് ആർ എക്സ്റ്റൻഷൻസ് ഓഫ് സ്മോൾ എഫ്. ഇനി ഇത് A ക്ലോഷറിലും സെയിം ആയിരിക്കും. എക്സ്റ്റൻഷൻസ് ആർ ഈക്വൽ എഗ്രി ഓൺ A ക്ലോഷർ. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഓഫ് എക്സ് ഓൺ A ക്ലോഷർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഗ്രി ഓൺ A ക്ലോഷർ ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് A ക്ലോഷർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തൽക്കാലം തുടങ്ങാൻ പോകുന്നത് അങ്ങനെയല്ല. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആകുന്ന പോയിന്റ്സിനെ നമ്മളിപ്പോൾ കളക്ട് ചെയ്യാൻ പോവാം. ആ പോയിന്റ്സിനെ ഞാൻ സി എന്ന് വിളിക്കാൻ പോവാം. എഫ് എക്സും ജി എക്സും A ക്ലോഷറിൽ എഗ്രി ചെയ്യുന്നു, A ക്ലോഷറിൽ സെയിം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നൗ വി ഡിഫൈൻ ക്യാപിറ്റൽ സി ടു ബി ദ കളക്ഷൻ ഓഫ് ഓൾ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും A ക്ലോഷറിൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അങ്ങനെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആകുന്ന പോയിന്റ്സ് എല്ലാം കൂടി സി എന്ന് ഞാൻ നെയിം ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ഓഫ് എക്സ് തന്നെയല്ലേ എയില്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് ഓൺ എ. ആൻഡ് ജി ഓഫ് എക്സും സ്മോൾ എഫ് ഓഫ് എക്സിന്റെ എക്സ്റ്റൻഷൻ ആണ്, അതും സ്മോൾ എഫ് ഓഫ് എക്സ് തന്നെയാണ് on A. So points of A are points of C, or A is a subset of C, as capital F and capital G are extensions of the same function F defined on A. A C യുടെ ഒരു സബ്സെറ്റ് ആണ്. ഇനി A ക്ലോഷർ എഫ് എക്സും ജി എക്സും സെയിം ആകുന്ന പോയിന്റ്സിനെയാണ് തരുന്നത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ A ക്ലോഷറും ഇതിന്റെ സിക്ക് അകത്തുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതിയല്ലോ. A is contained in C and if C is closed, ആ സിമ്പിൾ പോലും അതിനു വേണ്ടിയാണ് C എടുത്തേക്കുന്നത്. If C is closed, then the smallest closed set containing A. This is a closed set containing A. Smallest closed set containing A is A closure. അപ്പോൾ C closed ആണെങ്കിൽ A closure ഉറപ്പായിട്ടും ഇതിനകത്ത് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് നമ്മുടെ ആർഗ്യുമെന്റിന്റെ ഒരു രീതി. അതിനു വേണ്ടിയാണ് എഫ് എക്സും ജി എക്സും ഈക്വൽ ആകുന്ന പോയിന്റ്സിന്റെ കളക്ഷൻ സി എന്ന് എടുത്തത്. A ഓട്ടോമാറ്റിക്കലി സിക്ക് അകത്തായി. ദെൻ A ക്ലോഷർ സിക്ക് അകത്താകും എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. എങ്ങനെയാ?
സി ക്ലോസ്ഡ് ആണ് എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട്. നൗ ഇപ്പൊ നമ്മുടെ ഉദ്ദേശം ഇതാണ്, സി ക്ലോസ്ഡ് ആണെന്ന് കിട്ടിയ എ ക്ലോഷർ ഇസ് എ സ്മോളസ്റ്റ് ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ, സി ഇസ് എ ക്ലോസ്ഡ് സെറ്റ് കണ്ടെയ്നിങ് എ. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നൗ വി പ്രൂവ് സി ഈസ് ക്ലോസ്ഡ്. സി ക്ലോസ്ഡ് എന്നുള്ളതിന് പകരം എന്ത് പ്രൂവ് ചെയ്താൽ മതി? എക്സ് മൈനസ് സി കോംപ്ലിമെന്റ് ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്താൽ മതി. എക്സ് മൈനസ് സി ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്നാ വേണ്ടേ? എക്സ് മൈനസ് സി ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതിന് ഇതിൻ്റെ അകത്തൊരു പോയിന്റ് എടുക്കാം. എക്സ് നോട്ട് എലമെന്റ് ഓഫ് എക്സ് മൈനസ് സി എടുത്തു. എക്സ് നോട്ട് എലമെന്റ് ഓഫ് എക്സ് മൈനസ് സി എന്ന് പറയുമ്പോഴേ നമ്മൾ എഴുതേണ്ട ഒരു കാര്യം എക്സ് നോട്ട് നോട്ട് ആൻ എലമെന്റ് ഓഫ് സി എന്നാണ്. എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് സി, സിയിലില്ലെങ്കിൽ, സിയിലുള്ളത് ആരാ? എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആകുന്ന പോയിന്റ്സ് ആണ് സിയിലുള്ളത്. അപ്പോൾ സിയിൽ എക്സ് നോട്ട് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ കണ്ടീഷൻ ഈ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നാണ്. കണ്ടീഷൻ സിയിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ടും ജി ഓഫ് എക്സ് നോട്ടും ഈക്വൽ ആയിരുന്നതിന് എക്സ് നോട്ട് സിയിലില്ല, എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് നോട്ട് എന്ന് നമുക്ക് എഴുതാം. ഇവ രണ്ടുപേരും രണ്ടാണ്. ഇത് എവിടത്തെയാ? എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ, ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു ആർ. എഫ് ഓഫ് എക്സ് നോട്ട് അപ്പോൾ എന്തായിരിക്കും? എക്സ് നോട്ട് എക്സിൽ നിന്ന് അടുത്ത് എഫ് ഓഫ് എക്സ് നോട്ട് എടുക്കുമ്പോൾ റിയൽ ലൈനിൽ കിടക്കും. ജി ഓഫ് എക്സ് നോട്ടും അതുപോലെ തന്നെ റിയൽ ലൈനിൽ കിടക്കും. ഇവർ രണ്ടുപേരും റിയൽ ലൈനിലെ പോയിന്റ്സ് ആണ്. ആൻഡ് ആർ ഈസ് T2, റിയൽ ലൈൻ ഈസ് T2. T2 ആണെങ്കിൽ പോയിന്റ്സ് ആണ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ T2 എന്ന് പറഞ്ഞാൽ എന്നാ? രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഡിഫറെന്റ് ഓപ്പൺ സെറ്റ്സ്. ദെയർ എക്സിസ്റ്റ് ഓപ്പൺ സെറ്റ്സ് U, V, U intersection V ഡിസ്ജോയിന്റ്, U intersection V പൈ ആയിട്ട് ഉണ്ടാവും. എങ്ങനെയാ? പോയിന്റ്സ് ഏതായിരുന്നു? എഫ് എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആകുമ്പോൾ എക്സിനെ കണ്ടെയ്ൻ ചെയ്തോ. ഇതിപ്പോൾ എഫ് എക്സ് നോട്ടും ജി എക്സ് നോട്ടും ആണ് റിയൽ ലൈനിലെ പോയിന്റ്സ്. എഫ് ഓഫ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് യു ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഇതാണ്. അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ്. ജി ഓഫ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് വി. ഇങ്ങനെ ആ പോയിന്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ്സ് ഉണ്ടാവും. വിത്ത് യു ഇന്റർസെക്ഷൻ വി ഈക്വൽ ടു 5. എഫ് ഈസ് എ കണ്ടിന്യൂസ് ടു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻസ്. ഇനി ടു കണ്ടിന്യൂസ് എക്സ്റ്റൻഷൻസ്. അപ്പോൾ ക്യാപിറ്റൽ എഫും കണ്ടിന്യൂസ് ആണ്, ക്യാപിറ്റൽ ജിയും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യവും കൂടെ ഉപയോഗിക്കാൻ സാധിക്കും. എക്സ് നോട്ട് എഫ് ഇൻവേഴ്സ് യുയിലാണ്. ഇവിടെ നോക്കിയാൽ എക്സ് നോട്ട് ജി ഇൻവേഴ്സ് വിയിലാണ്. ഇൻവേഴ്സ് കണ്ടപ്പോൾ ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് യു ആൻഡ് വി. എഫ് ഇൻവേഴ്സ് യു, എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ. എഫ് ഇൻവേഴ്സ് യു ഓപ്പൺ, ജി ഇൻവേഴ്സ് വി ഓപ്പൺ. ഇത് രണ്ടും ഓപ്പൺ സെറ്റ്സ് ആണ്. ഇനി എക്സ് നോട്ട് ഇവിടെ രണ്ടിടത്തെ പോയിന്റ് ആണ്. എക്സ് നോട്ട് എലമെന്റ് ഓഫ് എഫ് ഇൻവേഴ്സ് യു ഇന്റർസെക്ഷൻ ജി ഇൻവേഴ്സ് വി എന്ന് പറഞ്ഞാലും ശരിയല്ലേ? എക്സ് നോട്ട് ഇവിടുത്തെ രണ്ടിലത്തെ കോമൺ പോയിന്റ്സ് ആണ്. ഈ സെറ്റിനെ ഞാൻ ഇ എന്ന് വിളിക്കുന്നു. ലെറ്റ് ഇ ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് യു ഇന്റർസെക്ഷൻ ജി ഇൻവേഴ്സ് വി. അപ്പോൾ ഈക്കകത്തൊരു പോയിന്റ് ഉണ്ട്. ഇ നോട്ട് ഈക്വൽ ടു 5, then ഇ നോട്ട് ഈക്വൽ ടു 5 ആൻഡ് ഈ ഓപ്പൺ. ഇൻവേഴ്സ് ഇമേജസ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ആണ് എഫ് ഇൻവേഴ്സ് യും ജി ഇൻവേഴ്സ്. രണ്ട് ഓപ്പൺ സെറ്റിന്റെ ഇന്റർസെക്ഷൻ ആണ് ഇതും ഓപ്പൺ ആണ് എന്ന് ഉറപ്പായി. അപ്പൊ ഈ ഒരു നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റ് ആണ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ എക്സ് മൈനസ് ഒരു ഓപ്പൺ സെറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിനവിടുത്തെ ഒരു പോയിന്റിനെ എടുത്തതാണ്. അതെപ്പോഴാണ് ഓപ്പൺ സെറ്റ് ആവുന്നത്? ഇഫ് ഇറ്റ് ഈസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ്. എപ്പോഴാണ് നെയ്ബർഹുഡ് ആവുന്നത്? ഈ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, ഈ സെറ്റ് ഓപ്പൺ ആണെന്നാണ് പറയേണ്ടത്, ഈ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഇതിനകത്തുണ്ടെങ്കിലാണ് അത് ഓപ്പൺ ആകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ആ ഓപ്പൺ സെറ്റ് ഇ ആണ്. എക്സ് നോട്ട് എലമെന്റ് ഓഫ് ഇ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് സി. ഇതാണ് നമ്മളുടെ ലക്ഷ്യം. ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എക്സ് മൈനസ് സിക്ക് അതൊരു ഓപ്പൺ സെറ്റ് ഉണ്ട്. എക്സ് മൈനസ് സി is a neighborhood of x naught since x naught is arbitrary at x naught element of x minus c. ഏതെങ്കിലും പോയിന്റ് ആവട്ടെ, പ്രത്യേകതയൊന്നുമില്ല എന്ന് പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് സി is a neighborhood of each of its points എന്ന് കിട്ടും. അതിൽ എക്സ് നോട്ട് എലമെന്റ് ഓഫ് ഈ പാർട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത പാർട്ട് മതി.
E is a subset of x minus c എന്നുള്ളത് മതി. If E is not a subset of x minus c, ഈ എക്സ് മൈനസ് സിയുടെ സബ്സെറ്റ് അല്ല എന്ന് വിചാരിക്കും. അതിൻ്റെ അർത്ഥം എന്നാ? ദെൻ സബ്സെറ്റ് അല്ലെങ്കിൽ, സബ്സെറ്റ് ആണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ളത് കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. സബ്സെറ്റ് അല്ലെങ്കിൽ, സബ്സെറ്റ് അല്ലാതെ എന്നാ? there exists z element of E such that z not an element of x minus c. അതുകൊണ്ടല്ലേ സബ്സെറ്റ് ആകാത്തത്. സബ്സെറ്റ് ആയിരുന്നെങ്കിൽ ഇയിലുള്ള ഒരു മുഴുവൻ എക്സ് മൈനസ് സിയിൽ ഉണ്ടായേനെ. ഇപ്പൊ സബ്സെറ്റ് അല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇയിൽ ഒരാളുണ്ട്, എക്സ് മൈനസ് സിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് സബ്സെറ്റ് ആകാത്തത്. ഇസഡ് എലമെന്റ് ഓഫ് ഇ സച്ച് ദാറ്റ് ഇസഡ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എക്സ് മൈനസ് സി. ഇനി ഇസഡ് എലമെന്റ് ഓഫ് ഇ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കി. ഇസഡ് ഇയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇ എന്നാണെന്ന് എഴുതിയാൽ മതി. ഇസഡ് എലമെന്റ് ഓഫ് ഇ ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് യു ഇന്റർസെക്ഷൻ ജി ഇൻവേഴ്സ് വിനെയാണ് നമ്മൾ ഇ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇസഡ് എലമെന്റ് ഓഫ് എഫ് ഇൻവേഴ്സ് യു ആൻഡ് ഇസഡ് എലമെന്റ് ഓഫ് ജി ഇൻവേഴ്സ് വി എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിക്കണം. ഇസഡ് എലമെന്റ് ഓഫ് എഫ് ഇൻവേഴ്സ് യു ആണെങ്കിൽ എഫ് ഇസഡ് എലമെന്റ് ഓഫ് യു, എഫ് ഇസഡ് എലമെന്റ് ഓഫ് യു ആൻഡ് ജി ഇസഡ് ഇസഡ് എലമെന്റ് ഓഫ് ജി ഇൻവേഴ്സ് വി, അല്ല ജി ഇസഡ് എലമെന്റ് ഓഫ് വി. അപ്പോൾ കിട്ടിയിരിക്കുന്നത് എഫ് ഇസഡ് എലമെന്റ് ഓഫ് യു ആൻഡ് ജി ഇസഡ് എലമെന്റ് ഓഫ് വി. അതിൽ കുഴപ്പമൊന്നുമില്ല. ഇസഡ് എലമെന്റ് ഓഫ് ഇയുടെ അർത്ഥമാണിത്. ഇനി there exists ഇസഡ് എലമെന്റ് ഓഫ് ഇ സച്ച് ദാറ്റ് ഇസഡ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എക്സ് മൈനസ് സി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇസഡ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എക്സ് മൈനസ് സിയുടെ മീനിങ് എന്നാ? ഇസഡ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എക്സ് മൈനസ് സി മീൻസ് ഇസഡ് എലമെന്റ് ഓഫ് അതിന്റെ കോംപ്ലിമെന്റ് സി. സിയിലാണെങ്കിൽ സി എഫ് എക്സും ജി എക്സും ഈക്വൽ ആകുന്ന പോയിന്റ്സിന്റെ കളക്ഷനാണ്. ഇത് സിയിലാണെങ്കിൽ എഫ് ഇസഡും ജി ഇസഡും ഈക്വൽ ആണ്. എഫ് ഇസഡ് ഈക്വൽ ടു ജി ഇസഡ്. എഫ് ഇസഡും ജി ഇസഡും ഈക്വൽ ആണ്. എഫ് ഇസഡ് യുയിലാണ്, ജി ഇസഡ് വിയിലാണെന്നാണ് മുമ്പേ പറഞ്ഞേക്കുന്നത്. അപ്പൊ എഫ് ഇസഡ് യുയിലാണ്, ജി ഇസഡ് വിയിലാണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് യു ഇന്റർസെക്ഷൻ വിയില് മെമ്പറാണ്. യു ഇന്റർസെക്ഷൻ വിയിൽ മെമ്പർ ആണെങ്കിൽ യു ഇന്റർസെക്ഷൻ വി ഈക്വൽ ടു 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് ആണ് നമ്മൾ T2 ആക്സിയം ഉപയോഗിച്ച് എഫ് എക്സ് നോട്ടിനെയും ജി എക്സ് നോട്ടിനെയും കണ്ടെയ്ൻ ചെയ്ത ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് ആണ് യു വി എന്ന് പറഞ്ഞാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ എഫ് ഇസഡും ജി ഇസഡും ഈക്വൽ ആണ് എങ്കിൽ എഫ് ഇസഡ് യുവില് ജി ഇസഡ് വിയിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ യുവിലും വിയിലും ഒരു കോമൺ പോയിന്റ് ഉണ്ടായി. യു ഇന്റർസെക്ഷൻ വി നോട്ട് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ആൻഡ് ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. And the contradiction is due to our assumption E not a subset of x minus c എന്ന് പറഞ്ഞുകൊടുത്താണ് പ്രശ്നം. നമ്മൾ ഇങ്ങനെ ക്ലെയിം ചെയ്യുമെന്ന് വെച്ചാൽ കിടക്കുന്നതാണ് ക്ലെയിം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി if E not a subset of x minus c എടുത്തു. അത് പറഞ്ഞാണ് പ്രശ്നം. E is a subset of x minus c. So taking any arbitrary point x not of x minus c, we can find the open set E such that x not element of E is contained in the given set x minus c. ഈ ഓപ്പൺ ഏത് പോയിന്റ് എടുത്താലും അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഏത് സെറ്റ് ചെയ്യുന്ന എക്സ് മൈനസ് സി എന്നെടുത്തു എക്സ് മൈനസ് സിക്ക് അകത്തുണ്ട്. സോ എക്സ് മൈനസ് സി ഇസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ്. അത് നേരത്തെ തന്നെ അറിയാവുന്നതാണ്, ഒരു സെറ്റ് ഓപ്പൺ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന മെത്തേഡ്. എക്സ് മൈനസ് സി ഇസ് എ നെയ്ബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ് ആൻഡ് എക്സ് മൈനസ് സി ഓപ്പൺ. എക്സ് മൈനസ് സി ഓപ്പൺ മീൻസ് സി ഈസ് ക്ലോസ്ഡ്. സി ഈസ് എ ക്ലോസ്ഡ് സെറ്റ് containing A. A is a subset of C. A യിൽ എഫ് എക്സും ജി എക്സും സെയിം ആണെന്നുള്ളത് ഉറപ്പാണ്. സ്മോൾ എഫിന്റെ എക്സ്റ്റൻഷൻ ആണ് ക്യാപിറ്റൽ എഫും ജിയും. അപ്പോൾ എയിൽ വാല്യൂസ് സ്മോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂസ് തന്നെ ആയി മതിയാവും. C is a closed set containing A, but the smallest closed set containing A is A closure. So A closure is a subset of C. A closure is a subset of C, and in A closure f of x equal to g of x. Agree on AVA. Capital F and fx equal to gx on A closure. Capital F and capital G having same value on A closure. അങ്ങനെയാണ് പ്രൂഫ് മെത്തേഡ്. നോട്ട്സ് തരാം, നിങ്ങൾ അതും കൂടെ നോക്കി നോട്ട്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് ടീസ് എക്സ്റ്റൻഷൻ തിയറത്തിനുള്ള ഒരു ഒരുക്കമാണ്. ഇനി 1-2 റിസൾട്ടുകൾ കൂടി ഉണ്ട്. അതിൻ്റെ പ്രൂഫ് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ റിസൾട്ടുകൾ തരത്തേ ഉള്ളൂ.
പ്രൂഫ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. റിസൾട്ട് എന്നാന്ന് മനസ്സിലാക്കി വെക്കുക.